നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു വലിയ രഹസ്യത്തെപ്പറ്റിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഓരോ നിമിഷവും നമ്മുടെ ചുറ്റുമുള്ള ലക്ഷക്കണക്കിന് കാര്യങ്ങളിൽ നിന്ന് ചിലത് മാത്രം നമ്മൾ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത്? സത്യത്തിൽ നമ്മുടെ മനസ്സിന് ചില അരിപ്പകളുണ്ട്. ഈ അരിപ്പകളാണ് നമ്മൾ കാണുന്ന ലോകത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകളെയും തീരുമാനങ്ങളെയും വരെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ? ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ ചിലപ്പോഴൊക്കെ പറ്റിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ചില കാര്യങ്ങൾ നമ്മൾ കാണാതെ പോകുന്നു, അല്ലെങ്കിൽ ഇല്ലാത്തത് കാണുന്നു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വാ, നമുക്കിത് നേരിട്ടൊന്ന് അനുഭവിച്ചറിയാം. ശരി, നമുക്ക് ചെറിയൊരു പരീക്ഷണത്തിലേക്ക് കടക്കാം. ഞാൻ പറയുന്നത് പോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി. റെഡിയല്ലേ? അടുത്തൊരു 30 സെക്കൻഡ് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന മുറിക്ക് ചുറ്റും ഒന്ന് കണ്ണോടിക്കുക. എന്നിട്ട് ചുവപ്പ് നിറത്തിലുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതെല്ലാം ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ ഒരു ബുക്കിന്റെ കവറാവാം, പേനയാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിലെ ഡിസൈൻ ആവാം. ചുവപ്പ് നിറത്തിലുള്ള എന്തുമാകട്ടെ. നന്നായി ശ്രദ്ധിച്ചു നോക്കണേ. ഓക്കേ, സമയം കഴിഞ്ഞു. ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. കണ്ണ് തുറക്കരുത്. ഇനി കണ്ണുകൾ തുറക്കാതെ തന്നെ നിങ്ങളുടെ റൂമിലുണ്ടായിരുന്ന നീല നിറത്തിലുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ. കുറച്ചുപാടാണല്ലേ? പലർക്കും ഒരുപക്ഷെ ഒന്നും തന്നെ ഓർമ്മയിൽ വരുന്നുണ്ടാവില്ല. കണ്ടോ, ഇതാണ് നിങ്ങളുടെ മനസ്സിന്റെ ഫിൽറ്ററിംഗ് സിസ്റ്റം. നമ്മുടെ ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുമ്പോൾ ബാക്കിയുള്ളതിനെയെല്ലാം അത് അദൃശ്യമാക്കും. ഇത് വെറുതെ സംഭവിക്കുന്നതല്ല, നിങ്ങളുടെ തലച്ചോർ ബോധപൂർവം ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലൊന്ന് നോക്കാം. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡിലീഷൻ അഥവാ ഒഴിവാക്കൽ എന്ന് വിളിക്കുന്നത്. ഓരോ നിമിഷവും ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ തലച്ചോറിലേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് തലച്ചോറ് അപ്രധാനമെന്ന് തോന്നുന്നതിനെ അങ്ങ് ഒഴിവാക്കും. നിങ്ങൾ ചുവപ്പ് നിറത്തിൽ ഫോക്കസ് ചെയ്തപ്പോൾ നീല നിറത്തെ നിങ്ങളുടെ തലച്ചോറ് വളരെ സിമ്പിളായി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഈ ഡിലീഷൻ അഥവാ ഒഴിവാക്കൽ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് എപ്പോഴും ഉപയോഗിക്കുന്ന 3 പവർഫുൾ ഫിൽട്ടറുകളിൽ ഒന്ന് മാത്രമാണ്. ബാക്കി 2 ഇതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിന്റെ ആ 3 പ്രധാനപ്പെട്ട അരിപ്പകൾ. ഇവ 3 കൂടിയാണ് നമ്മൾ കാണുന്ന, കേൾക്കുന്ന, അനുഭവിക്കുന്ന ഈ ലോകത്തെ നമുക്കായി ഉണ്ടാക്കിത്തരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇതാണ് ആ 3 ഫിൽറ്ററുകൾ. 1, നമ്മളിപ്പോൾ കണ്ട ഡിലീഷൻ, അതായത് ഒഴിവാക്കൽ. 2, ഡിസ്റ്റോർഷൻ എന്നുവെച്ചാൽ വളച്ചൊടിക്കൽ. പിന്നെ 3ാമത്തത് ജനറലൈസേഷൻ, സാമാന്യവൽക്കരണം. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഡിലീഷന് വേറൊരു ഉദാഹരണം വേണോ? നിങ്ങൾ കാലിൽ ഷൂസോ ചെരുപ്പോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫീലിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഞാനിപ്പോൾ ഇതേപ്പറ്റി പറഞ്ഞപ്പോൾ മാത്രമാണ് നിങ്ങളത് ശ്രദ്ധിച്ചത്, അല്ലേ? അത്രയും നേരം നിങ്ങളുടെ തലച്ചോറ് ആ ഒരു ഇൻഫർമേഷൻ ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. അടുത്തതാണ് ഡിസ്റ്റോർഷൻ, അല്ലെങ്കിൽ വളച്ചൊടിക്കൽ. ഇത് നമ്മൾ കാണുന്ന യാഥാർത്ഥ്യത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുന്ന ഒരു പരിപാടിയാണ്. ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കൂ. രാത്രിയിൽ ദൂരെ ഒരു കയറ് കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾ അതൊരു പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് പേടിക്കാറില്ലേ? അതാണ് സംഭവം. ഇവിടെ നമ്മുടെ മനസ്സ് കയ്യിലുള്ള വിവരത്തെ നമ്മുടെ പേടിയും മുൻവിധിയും വെച്ച് വളച്ചൊടിക്കുകയാണ്. 3ാമത്തെ ഫിൽട്ടറാണ് ജനറലൈസേഷൻ അഥവാ സാമാന്യവൽക്കരണം. ഒരൊറ്റ അനുഭവം വെച്ച് ഒരു പൊതുവായ നിയമമുണ്ടാക്കുന്ന പരിപാടിയാണിത്. ഉദാഹരണത്തിന്, ചെറുപ്പത്തിൽ ഒരു പട്ടി കടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ പട്ടികളും കടിക്കും എന്നൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ പതിഞ്ഞുപോകും. ഇതുപോലെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ ഇത്തരം സാമാന്യവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട്. ശരി, ഈ 3 ഫിൽറ്ററുകളും നമ്മുടെ തലച്ചോറിലുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതറിഞ്ഞതുകൊണ്ട് എന്താ കാര്യം? ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരുന്നത്. കാരണം ഈ ഫിൽറ്ററുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ വാചകം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മളെപ്പോഴും പ്രശ്നങ്ങളെപ്പറ്റിയും ബുദ്ധിമുട്ടുകളെപ്പറ്റിയും മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എന്താ സംഭവിക്കുക? നമ്മുടെ തലച്ചോറിന് കിട്ടുന്ന നിർദ്ദേശം അതാണ്: പ്രശ്നങ്ങൾ കണ്ടെത്തുക. അതുകൊണ്ടുതന്നെ നമ്മുടെ കൺമുന്നിൽ ഒരുപക്ഷെ പരിഹാരങ്ങൾ ഉണ്ടാവാം, പക്ഷേ തലച്ചോർ അതിനെയൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇതിന്റെ നല്ലൊരു വശം കൂടിയുണ്ട്. നിങ്ങൾ മനഃപൂർവ്വം പരിഹാരങ്ങളിലും സാധ്യതകളിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിലോ, അപ്പോൾ നിങ്ങളുടെ ഇതേ മനസ്സ് തന്നെ പുതിയ വഴികളും അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചു തരും. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ഫോക്കസ് എവിടെയാണോ അതനുസരിച്ച് നമ്മുടെ ലോകവും മാറും. ഈ പറഞ്ഞ ആശയം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാവാൻ ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. നിങ്ങൾക്ക് തനിയെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒന്നാണിത്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഏതെങ്കിലും ഒരു നെഗറ്റീവ് സംഭവം ഒന്ന് ഓർത്തു നോക്കൂ. ഇനി ആ സംഭവത്തെ ഒരു തരത്തിലുമുള്ള വളച്ചൊടുക്കലുകളുമില്ലാതെ വസ്തുതകൾ മാത്രമായിട്ട് വിവരിക്കാൻ ശ്രമിക്കുക.
നിങ്ങളുടെ വികാരങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒക്കെ മാറ്റിവെച്ച് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് മാത്രം ചിന്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രശ്നത്തിന്റെ ആ ഒരു കാഠിന്യം കുറയുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റും. നമ്മുടെ മനസ്സിന്റെ ഈ അരിപ്പകളെ ശരിയായ രീതിയിൽ പരിശീലിപ്പിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണിത്. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. ഡിലീഷൻ, ഡിസ്റ്റോർഷൻ, ജനറലൈസേഷൻ. ഈ 3 ഫിൽട്ടറുകളിൽ ഏതാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതലായി നിയന്ത്രിക്കുന്നത് എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. ഓർക്കുക, ഈ ഫിൽട്ടറുകളെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ നിങ്ങളുടെ ലോകവും അവിടെയായിരിക്കും. ചിന്തിച്ചു നോക്കൂ.